ഹായ് ഡിയേഴ്സ്, എന്തെല്ലാവരുടെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ BSOG 173ൻ്റെ ക്രാഷ് കോഴ്സിലോട്ടാണ് കിടക്കുന്നത്. ഇന്ന് നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഡെവലപ്മെൻറ്റൽ റീതിങ്കിങ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ പേര്. അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഇതുവരെ സൈക്കോളജിയുടെ ഭാഗമല്ലെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോഷൻ റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ആണ്. എന്താണ് നോഷൻ റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ്? When we try to understand development, we also come across the similar terms like evaluation, progress, growth, change and modernization. ഡെവലപ്മെൻറ്റിൻ്റെ മറ്റൊരു വേർഷനുകളാണ് ഏതൊക്കെ? ഇവാലുവേഷൻ, പ്രോഗ്രസ്, ഗ്രോത്ത്, ചേഞ്ച്, മോഡേണൈസേഷൻ, ഇങ്ങനെയുള്ളതൊക്കെ. ഈ വേർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരേ രീതിയിലാണെങ്കിലും ശരിക്കും അതിൻ്റെ മീനിങ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്താണ് ഇവാലുവേഷൻ ആൻഡ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ? ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഇവാലുവേഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഇവോൾവേര. ഇവോൾവേര എന്നുള്ള ലാറ്റിൻ വേർഡായി നിന്നാണ് ഇവാലുവേഷൻ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? അൺഫോൾഡ് ഓർ ഗ്രോ നാച്ചുറലി. നാച്ചുറലി ഗ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? സ്വമേധാൽ നമ്മളൊന്നും ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കലി വളരുന്നതിനെയാണ് നാച്ചുറലി ഗ്രോ എന്ന് പറയുന്നത്. ഇറ്റ് യൂസ് ടു എക്സ്പ്ലെയിൻ ഹൗ ലിവിങ് ബീങ്സ് ഗ്രോ ആൻഡ് ഡെവലപ്പ് ഗ്രാജുവലി ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് സ്റ്റേജസ്. നമ്മുടെ ലിവിങ് ബീങ്സ് മുട്ടിട്ട ഒരു ചെടി പൂവായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞായിരുന്ന നമ്മൾ വലിയ മനുഷ്യനായി മാറിയത്, ഇതൊക്കെ നാച്ചുറൽ വേ ആണ് അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നു, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അല്ലാണ്ട് നമ്മൾ വളരാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അല്ലേ? സീഡ് ബിക്കമിങ് പ്ലാന്റ്. സിമിലർലി സൊസൈറ്റി ഗ്രോയിങ് ഫ്രം ട്രൈബൽ ലൈഫ് ടു മോഡേൺ സിറ്റീസ് ഈസ് സോഷ്യൽ ഇവാലുവേഷൻ. സോഷ്യൽ ഇവാലുവേഷൻ ആണ് എന്ത്? ഒരു സൊസൈറ്റി ട്രൈബൽ ആയിരുന്ന ലൈഫിൽ നിന്നും ഒരു മോഡേൺ സിറ്റിയിലേക്ക് വളരുന്നുണ്ടെങ്കിൽ അതെന്താണ്? സോഷ്യൽ ഇവാലുവേഷൻ ആണ്. തിങ്കേഴ്സ് ആയിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ വിശ്വസിച്ചിരുന്നത് എന്താണ്? ഹ്യൂമൻ സൊസൈറ്റി ഇവോൾവ് സ്ലോലി ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. ഹ്യൂമൻ സൊസൈറ്റി ഇതുപോലെയാണ്, വളരെ സാവധാനം മാത്രമേ ചെറുതിൽ നിന്നും വലുതിലേക്ക് പോവുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അപ്പോൾ അതാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാച്ചുറലി ഗ്രോ ആവുന്നതിനെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സെയിം ടൈം പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രസ് എന്നുള്ള വേർഡ് മൂവിങ് ഫോർവേഡ് ടുവേർഡ്സ് സംതിങ് ബെറ്റർ എന്നുള്ള അർത്ഥമാണ്. മൂവിങ് ഫോർവേഡ് ടുവേർഡ്സ് സംതിങ് ബെറ്റർ എന്നുള്ള അർത്ഥം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വാല്യൂ ബേസ്ഡ് ഐഡിയ, മീനിങ് ഇറ്റ്സ് ലിങ്ക്ഡ് ടു വാട്ട് പീപ്പിൾ തിങ്ക് ഈസ് ഗുഡ്. ഇപ്പോൾ അതായത് ഒരു വില്ലേജിൽ ഒരു പുതിയ സ്കൂള്, അവിടെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങി, എഡ്യൂക്കേഷൻസ് എടുക്കാൻ തുടങ്ങി. വി സീ ദ വില്ലേജ് ഈസ് മേക്കിംഗ് പ്രോഗ്രസ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നത്, ആ ചെയ്യുന്നതിലൂടെ ഒരു സൊസൈറ്റിക്ക് പ്രോഗ്രസ് ഉണ്ടാവുക കൂടുതൽ. അതായത് ഇപ്പം എങ്ങനെയാണ് അപ്പോൾ അത് പറയാം? മൂവിങ് ഫോർവേഡ്, മുന്നോട്ട് നയിക്കുക, നല്ലതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക എന്നുള്ള അർത്ഥം വരും. ഇപ്പോൾ ഒരു സ്കൂൾ തുറന്നു, അവിടെ എഡ്യൂക്കേഷൻ വന്നാൽ എന്ത് ചെയ്യും? ആ വില്ലേജ് പുരോഗമനം വരും അല്ലേ? അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന വളർച്ചക്കാണ് നമ്മൾ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്രോഗ്രസ് ഹെൽത്തിലുണ്ടാക്കാം, എഡ്യൂക്കേഷനിലുണ്ടാക്കാം, ഫ്രീഡത്തിലുണ്ടാക്കാം, ടെക്നോളജിയിലുണ്ടാക്കാം, എല്ലാത്തിലും നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ നല്ല ഡയറ്റൊക്കെ സ്വീകരിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാൽ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ അത് നമ്മളൊരു കാര്യമെടുത്തു മുന്നോട്ട് ജീവിക്കുകയാണ് ചെയ്തത്. കാൾ മാർക്സ്, ദുർക്കിം, വെബർ എന്നിവയുള്ള തിങ്കേഴ്സ് പറഞ്ഞത് എന്താണ്? ഹൗ സൊസൈറ്റി ചേഞ്ചസ് ആൻഡ് ഇംപ്രൂവ് ഓവർ ടൈം എന്നാണ്. തിങ്കേഴ്സും എന്താണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ അവർ പഠിച്ചത് എങ്ങനെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും സൊസൈറ്റി മാറുന്നതെന്നാണ് അവരുടെ പഠന വിഷയം. ഇനി ഗ്രോത്ത്, ചേഞ്ച്, മോഡേണൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാം മഹായുദ്ധത്തിന് ശേഷം ഡെവലപ്മെൻറ്റ് ബിക്കം എ ഗ്ലോബൽ ഫോക്കസ്. ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു ഗ്ലോബലിൻ്റെ ഫോക്കസ് ആയിട്ട് മാറി. എങ്ങനെയാണ്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എക്കണോമിക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂടുക, കൺസപ്ഷൻ കൂടുക. അപ്പോൾ എന്താവും? എക്കണോമിക്കിൽ ഗ്രോത്ത് ഉണ്ടാവും. ഇൻ ഓൾസോ ഫുൾഫില്ലിംഗ് പീപ്പിൾസ് ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ,
ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് എക്കണോമിക് പരമായിട്ടുള്ള ഗ്രോത്ത് ആണ്. ഇറ്റ് ഓൾസോ അബൌട്ട് ഗിവിങ് പീപ്പിൾ മോർ ചോയ്സസ് ആൻഡ് ബെറ്റർ ലൈഫ്സ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് ഒരുപാട് ചോയ്സുകൾ, ബെറ്റർ ചോയ്സുകളും നല്ല ജീവിത നിലവാരവും കൊടുക്കുന്നുണ്ട്. എ കൺട്രി പ്രൊഡ്യൂസിങ് മോർ ക്രോപ്സ്, ബിൽഡിംഗ് ഹോസ്പിറ്റൽസ് ആൻഡ് ഇംപ്രൂവിങ് സ്കൂൾ ഷോയിങ് എൻ എക്കണോമിക് ഗ്രോത്ത്. ഒരു രാജ്യത്ത് ഒരുപാട് ഹോസ്പിറ്റലുകൾ വരികയാണ്, അവിടെ സ്കൂളുകൾ ഒരുപാട് വരികയാണ്, അതൊക്കെ അങ്ങനെ ഒരു സാമ്പത്തികം വളർത്തുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് വരുന്നിടത്ത് എന്ത് നമ്മൾ മനസ്സിലാക്കണം? ആ രാജ്യം വളരുകയാണ്, എക്കണോമിക്കലി അവർ വളരുകയാണ്. ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി ഡിഫറൻസ് ഓർ അൾട്രേഷൻ ഇൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന അൾട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുതുക്കിപ്പണയൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇതിനെയാണ് ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നല്ലതിനാവാം, ചിലപ്പോൾ ചീത്തതിനാവാം. അതുകൊണ്ട് തന്നെ അത് വാല്യൂ ന്യൂട്രൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡെവലപ്മെൻറ്റ് ഓൺ അതർ ഹാൻഡ് മീൻസ് എ പോസിറ്റീവ് ചേഞ്ച്, ഡോ ഇറ്റ്സ് എ വാല്യൂ ബേസ്ഡ്. ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും നല്ലതാവാം, ചീത്തയാവാം. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്, അതുകൊണ്ട് തന്നെ അത് വാല്യൂ ബേസ്ഡ് ആണ്. ഇപ്പോൾ റൂറൽ ഏരിയയിൽ ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ് ഒക്കെ വരികയാണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് ചേഞ്ചാണ്. അപ്പോൾ അത് ഡെവലപ്മെൻ്റ് ആണ്. ഈ പൊല്യൂഷൻ ഇൻക്രീസ് സിറ്റിയിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതെന്താവും? ഇറ്റ് ഈസ് ജസ്റ്റ് ചേഞ്ച്, അതൊരു മാറ്റം മാത്രമാണ്. പക്ഷെ അത് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അതുകൊണ്ട് എന്താണ്? അത് ഡെവലപ്മെൻ്റ് അല്ല. ഇനി മോഡേണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഡേണൈസേഷൻ ഈസ് ഓഫ്റ്റൻ ലിങ്ക്ഡ് വിത്ത് ഡെവലപ്മെൻറ്റ്. മോഡേണൈസേഷൻ ഡെവലപ്മെൻറ്റിനോട് കൂടി ചേർന്നിട്ടാണ് വന്നത്. എക്കണോമിക് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എക്കണോമിയിൽ മാറ്റം വന്നു, അർബണൈസേഷൻ വന്നപ്പോൾ സിറ്റീസിൽ ഗ്രോത്ത് വന്നു, പൊളിറ്റിക്സിൽ എന്താണ്? ഡെമോക്രാറ്റിക് സിസ്റ്റം വന്നു, പ്രൊഫഷണൽ ഗവൺമെൻറ് സർവീസുകൾ വന്നു. അങ്ങനെ സോഷ്യൽ ചേഞ്ചസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? കാസ്റ്റ്, ബർത്ത്, അതിനേക്കാളും ടാലൻറ്റ് ബേസ് ചെയ്തു. കൾച്ചറൽ ചേഞ്ചസ്, ലിറ്ററസി, സയൻറ്റിഫിക് തിങ്കിങ്, റെഡ്യൂസ്ഡ് ബ്ലൈൻഡ് ഫെയ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വില്ലേജ് ടൗണായിട്ട് ഫാക്ടറികളും ഒക്കെ വന്നിട്ട് ടൗണായിട്ട് മാറുകയാണെങ്കിൽ വുമൺ വർക്കിംഗ് ഓഫീസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മോഡേണൈസേഷൻ. എന്നിട്ട് അതിൽ വുമൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? മോഡേണൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്? While development brings productivity and economic growth, it also has some negative effect. ഡെവലപ്മെൻറ്റ് ഒരുപാട് പ്രൊഡക്ടിവിറ്റികൾ കൊണ്ടുവന്നു, അതുവഴി സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് വളർന്നെങ്കിലും അതിന് കുറച്ച് നെഗറ്റീവ് എഫക്റ്റുകളുണ്ട്. എന്താണ്? ആൻസൈറ്റി, ഫാസ്റ്റ് പേസ്ഡ് ലൈഫിൽ നിന്നും ആൻസൈറ്റിയും സ്ട്രെസ്സൊക്കെ വരും. പിന്നെന്താണ്? ആലിൻറ്റേഷൻ വരും, അതായത് ഒറ്റപ്പെടുന്ന ഒരു ചിന്ത. നമ്മൾ ഇങ്ങനെ മോഡേണൈസേഷനൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എന്താണ്? മറ്റുള്ളവരോട് സംസാരിക്കാനോ, നമ്മൾ ബിസി ലൈഫായി മാറുമ്പോൾ നമ്മൾ സ്ട്രെസ്സാവും. അതുപോലെ തന്നെ നമ്മൾ ഫോണിൻ്റെ ഉപയോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മളൊരു ലോളിനെസ് ഫീൽ ചെയ്യും. പണ്ട് നമ്മൾ അത്ര തന്നെ അല്ലേ? ഗ്രാമത്തിൽ വസിക്കുന്നവരും എന്താ പറയുക, നമ്മുടെ ടൗണിൽ വസിക്കുന്നവർക്കും തമ്മിലുള്ള അതിൻ്റെ വ്യത്യാസം അറിയാം. ഗ്രാമങ്ങളിൽ നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടായ്മയാകും. പക്ഷേ പല അർബൺ ഏരിയകളിലും അയൽപക്ക ബന്ധം പോലും നല്ല രീതിയിലാവില്ല അല്ലേ? അതാണ്. അപ്പോൾ നമ്മളൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആവും. പിന്നെന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് ട്രഡീഷണൽ കമ്മ്യൂണിറ്റി. ട്രഡീഷണലായിട്ടുള്ള കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സിറ്റി ലൈഫിലോട്ടൊക്കെ മാറുമ്പോൾ അതൊക്കെ ഇല്ലാണ്ടായി മാറും. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, എസ്പെഷ്യലി ഡ്യൂ ടു മെഷീൻസ് റീപ്ലേസിങ് ജോബ്സ്. ഇപ്പോൾ ഒരുപാട് മെഷീൻസൊക്കെ വന്നതുകൊണ്ട് എന്താണ്? ഒരുപാട് മനുഷ്യന്മാർക്ക് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമേ ജോലി ഇല്ലാണ്ടായി. ഒന്നും പഠിക്കാത്തവർക്കൊക്കെ ഇന്ന് ജോലി ഇല്ലാണ്ടായി. എ ഫാർമർ മേ ഫീൽ ലെഫ്റ്റ് ബിഹൈൻഡ് ഇറ്റ്സ് ടേക്കൺ ഓർ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റ് വിത്തൗട്ട് ഫെയർ കോമ്പൻസേഷൻ. ഇനി വൈ ഡെവലപ്മെൻറ്റ് ഈസ് സ്റ്റിൽ നീഡഡ്. എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായാലും എന്തുകൊണ്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് വേണമെന്ന് പറയുന്നത്? ഡിസ്പൈറ്റ് സം നെഗറ്റീവ് എഫക്ട്സ്, ഡെവലപ്മെൻറ്റ് ഈസ് സ്റ്റിൽ നെസസറി ടു റെഡ്യൂസ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇനീക്വാലിറ്റി. നെഗറ്റീവ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും അതിനെ നമ്മളൊന്ന് ഒഴിവാക്കി മാറ്റി നിർത്തുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്തിനു വേണം? നമ്മുടെ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കാൻ, ജോലിയില്ലായ്മ ഇല്ലാണ്ടാക്കാൻ, ഇനീക്വാലിറ്റി ഇല്ലാണ്ടിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കാൻ ഡെവലപ്മെൻറ്റ് വേണം. ഇറ്റ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ടു ഗെറ്റ്, അതിൽ വഴി എന്തൊക്കെ കിട്ടും? ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും, നല്ല ജോബ് കിട്ടും, നല്ല അടിപൊളി ഹെൽത്ത് കെയർ, ബെറ്റർ ഹെൽത്ത് കെയർ കിട്ടും, എംപവർമെൻറ്റ്. ഡെവലപ്മെൻറ്റ് കൺസെപ്ഷൻ ഫ്രെയിംവർക്ക് എന്താണ്? ക്ലിയർ ആണോ? ഇനി അടുത്ത ടോപ്പിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഇതാണോ ഡെവലപ്മെൻറ്റ്?
അല്ലല്ലേ? ഇറ്റ് ഈസ് എബൌട്ട് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് ലൈഫ്. ഇതിൻ്റെ മെയിൻ പ്രധാന ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത രീതിയിൽ നിലവാരം കൊണ്ടുവരിക, മാറ്റങ്ങൾ കൊണ്ടുവരിക, ഇമ്പ്രൂവ് ചെയ്യുക, ജീവിത ലൈഫ് സ്റ്റൈലിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റിൻ്റെ മുഖ്യ ഇത്. അതിലെന്താണ്? നല്ല അടിപൊളി ഹെൽത്ത് കിട്ടണം, നല്ല എഡ്യൂക്കേഷൻ കിട്ടണം, ഫ്രീഡം കിട്ടണം, ഡിഗ്നിറ്റി കിട്ടണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഇതൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ലോഡ് മണി പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാൻ പാടില്ല. ഡെവലപ്മെൻറ്റ് വേഴ്സസ് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും സെയിം ആണോ? അത് രണ്ടും ഒരുമിച്ചാണോ ഡെവലപ്പ് ചെയ്യുക? നോക്കാം നമുക്ക്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുക. രാജ്യത്തിന് നല്ല വരുമാനമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിന് നല്ല സർവീസ് ഉൽപ്പന്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് അവിടെ സംഭവിക്കും. എന്നാൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ്സ് എക്കണോമിക് ഗ്രോത്ത് ബട്ട് ഓൾസോ ബ്രിങ്സ് സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ സൊസൈറ്റി. എക്സാമ്പിൾ മോർ ജോബ്സ് ഇൻ ഫാക്ടറീസ്, ലെസ് ഇൻ അഗ്രികൾച്ചർ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം എക്കണോമിക് ഗ്രോത്തിൽ ഡെവലപ്മെൻറ്റിൻ്റെ പങ്ക് എന്താണെന്ന് വെച്ചാൽ അതെന്ത് കൊണ്ടുവരും? ഒരു സ്ട്രക്ചറലായിട്ടുള്ള മാറ്റം നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരും. അതായത് ഫാക്ടറികളിൽ ഒരുപാട് ജോബിന് ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ എന്താ, അതേസമയം അഗ്രികൾച്ചറിൽ ജോബ് കുറയും. ബെറ്റർ സോഷ്യൽ സിസ്റ്റം, നല്ല ഹെൽത്തും എഡ്യൂക്കേഷനൊക്കെ ഉള്ള നല്ലൊരു സോഷ്യൽ സിസ്റ്റം നമുക്ക് കിട്ടും. അതുപോലെ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഫ്രീഡം റൈറ്റും നമുക്ക് കിട്ടും. ഒരു കൺട്രിയിൽ ഒരുപാട് ഫാക്ടറീസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ഇൻകം ഉണ്ടാക്കും അല്ലേ? അപ്പോൾ എന്താവും? അവിടെ നല്ല എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ ഈ ഇൻകം നമ്മൾ ഒരു സ്കൂൾ ഉണ്ടാക്കാനും ഹോസ്പിറ്റൽ ഉണ്ടാക്കാനും നല്ല ജോബ് കൊടുക്കാനും ഇനീക്വാലിറ്റി ഇല്ലാണ്ടാക്കാനും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താവും? അത് ഡെവലപ്മെൻ്റ് ആവും. അപ്പം എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ പൈസ വളരണം, മറ്റേതെന്താണ്? നമ്മുടെ ജീവിത സൗകര്യങ്ങൾ കൂടണം. അപ്പോഴാണ് നമുക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഡെവലപ്മെൻറ്റ് ആസ് എ ബ്രോഡർ കോൺസെപ്റ്റ്. എന്താണ് ഡെവലപ്മെൻറ്റ്? ഒരു ബ്രോഡർ കോൺസെപ്റ്റിൽ നോക്കിയാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ഡയമെൻഷനലാണ്. ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഗങ്ങൾ അതിനുണ്ട് ഡെവലപ്മെൻറ്റിൻ്റെ. അതെന്താണ്? അതിൽ എക്കണോമിക് കവർ ചെയ്യണം, പൊളിറ്റിക് കവർ ചെയ്യണം, സോഷ്യൽ കവർ ചെയ്യണം. നമ്മുടെ കൾച്ചറിൽ സോഷ്യലിലും പൊളിറ്റിക്സിലും എക്കണോമിക്സിലും വരുന്ന മാറ്റം ആരെ ബാധിക്കും? നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഒരു മൾട്ടി ഡയമെൻഷണൽ ആണെന്ന് നമുക്ക് പറയാം. അതിൽ ഇൻക്ലൂസീവ് ഏതാണ്? ഇറ്റ് ഷുഡ് ബെനിഫിറ്റ് എവരി വൺ, എക്സ്പെഷ്യലി പുവർ ആൻഡ് മാർജിനലൈസ്ഡ് പീപ്പിൾ. പാവങ്ങൾക്കും നടുവിൽ നിൽക്കുന്നത്, പാവങ്ങളുമല്ല മുതലാളിമാരല്ല, അങ്ങനെയുള്ള ആളുകൾ, മാർജിനലൈസ്ഡ് പീപ്പിൾ, ഇവർക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും നല്ല ബെനിഫിറ്റ് കിട്ടണം. നോർമാറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വാല്യൂ ബേസ്ഡ്, ഇറ്റ് ഷോ ഹൗ തിങ് ഷുഡ് ബി ഫോർ എ ജസ്റ്റ് സൊസൈറ്റി. നോർമാറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാല്യൂ ബേസ്ഡ് സംഭവമാണ്. അത് നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഒരു സൊസൈറ്റി നൗ ഷോ ഹൗ തിങ് ഷുഡ് ബി ഫോർ എ ജസ്റ്റ് സൊസൈറ്റി. ഒരു സൊസൈറ്റിക്ക് എങ്ങനെ ആയിരിക്കണം ഓരോ കാര്യങ്ങളും ഉണ്ടാവേണ്ടത്, അതിനൊരു നിയമങ്ങളുണ്ടാവും. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ട്. അവരുടെ വ്യൂവിൽ പ്രകാരം ഡെഡ്ലി സീർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വ്യൂ പ്രകാരം ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും ഇനീക്വാലിറ്റിയും ഇല്ലാണ്ടാക്കണം. ഡെവലപ്മെൻറ്റ് ഈസ് അബൌട്ട് ഹെൽപ്പിംഗ് ഹ്യൂമൻ ലൈഫ് ഫുള്ളി. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സഹായം കൊടുക്കാൻ എന്തിന് കഴിയണം? ഡെവലപ്മെൻറ്റിന് കഴിയണം. പിന്നെന്താണ്? ലെസോത്തോ ഫ്രഗസൻ പറഞ്ഞിട്ടുള്ളത്, പോസ്റ്റ് ഡെവലപ്മെൻറ്റ് തിങ്കറാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വാണ്ട് ദാറ്റ് സം വെസ്റ്റേൺ കൺട്രീസ് യൂസ് ഡെവലപ്മെൻറ്റ് ആസ് എ വേ കൺട്രോൾ ടു പുവർ കൺട്രീസ്, നോട്ട് ടു ഹെൽപ്പ് ദം. വെസ്റ്റേൺ കൺട്രി പോലുള്ള ചില രാജ്യങ്ങൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട കൺട്രികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല. മുതലെടുപ്പ് എടുക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്? വാണ്ട് എന്നുള്ള വ്യക്തി, ലെസേത്തോ ഫ്രഗോസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രകാരം ഡെവലപ്മെൻറ്റ് മസ്റ്റ് നോട്ട് ബി യൂസ് ടു ഇമ്പോസ് ഫോറിൻ വാല്യൂസ് ഓർ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് അമർത്യാസനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡിങ് പീപ്പിൾസ് കപ്പാബിലിറ്റി, ഓരോ ജനങ്ങളുടെയും കപ്പാബിലിറ്റി ഇൻക്രീസ് ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പീപ്പിൾ ഷുഡ് ഹാവ് ദ ഫ്രീഡം ടു ലീവ് ദ ലൈഫ് ദേ വാല്യൂ. നമ്മൾ വാല്യൂ കൊടുക്കുന്ന ജീവിതം ജീവിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇതിനൊക്കെയാണ്: എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയും എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനെയും ട്രാൻസ്പെറൻസിനെയും ഇൻജസ്റ്റിസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനുമാണ് ഓരോരുത്തരും ഡെവലപ്മെൻറ്റിൽ ആഗ്രഹിക്കുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടി വില്ലേജിൽ
ഫ്രീഡം കിട്ടുന്നുണ്ടെങ്കിൽ വെൻ ഷി ഗെറ്റ്സ് ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ഹെർ ചിൽഡ്രൻ, അവളുടെ കുട്ടികൾക്ക് നല്ല ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുമ്പോഴാണ് ആ ഒരു സ്ത്രീക്ക് വില്ലേജിൽ ഫ്രീഡം കിട്ടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ലോൺ ടു സ്റ്റാർട്ട് ഹെർ സ്മോൾ ബിസിനസ്, അവൾക്ക് എന്ത് ചെയ്തു, ചെറിയൊരു ലോണും കൊടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഈക്വൽ റൈറ്റ്സ് ഇൻ ലോക്കൽ ഡിസിഷൻ മേക്കിംഗ്, ദിസ് ഈസ് റിയൽ ഡെവലപ്മെൻറ്റ് അക്കോർഡിംഗ് ടു സെൻ. അവിടെ എന്ത് ചെയ്തു, നല്ല ലോക്കൽ ഡിസിഷൻ മേക്കിംഗ് ആക്കി മാറ്റി ഡെവലപ്മെൻറ്റ്. ഇതാണ് യഥാർത്ഥ റിയൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ആര് പറഞ്ഞത്, സെന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ഡെവലപ്മെൻറ്റ് ആസ് സീൻ ബൈ അതർ തിങ്കേഴ്സ്, മറ്റ് തിങ്കേഴ്സ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടത്? ഗുണാർ മിർഡർ കണ്ട ഡെവലപ്മെൻറ്റ് ഈസ് ദ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദി ഹോൾ സോഷ്യൽ സിസ്റ്റം, നോട്ട് ജസ്റ്റ് എക്കണോമി. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ഉയർന്ന ഒരു മൂവ്മെൻറ്റാണ്. അതെന്താണ്? സോഷ്യൽ സിസ്റ്റം ഓഫ് ദി ഹോൾ സോഷ്യൽ സിസ്റ്റം, നോട്ട് എല്ലാ സോഷ്യൽ സിസ്റ്റത്തിനെയുമാണ്, ഒരു എക്കണോമി മാത്രമല്ല എന്നാണ് പറഞ്ഞത്. അതിൽ അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പവർ ഡിസ്ട്രിബ്യൂഷൻ, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത ആളാരാണ്? ടൊഡേരോ പറഞ്ഞത് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ്? ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് നമ്മുടെ ജീവിത നിലവാരം. പിന്നെന്താണ്? സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഫ്രീഡം, നമ്മളോട് തന്നെ നമുക്കൊരു ആരടുത്തു നിന്നും പിന്നിൽ നിന്നും കുത്തൽ കിട്ടാതെ നമുക്ക് നമ്മളോടൊരു ബഹുമാനമൊക്കെ വേണം. പിന്നെന്താണ്? സ്വാതന്ത്ര്യവും വേണം. പിന്നെന്താണ്? അടുത്ത ആളാണ് റോഗേഴ്സ് എന്താ പറയുക? ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം പ്രോസസ്സാണ്. അത് ദാറ്റ് നീഡ്സ് പീപ്പിൾസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അതുകൊണ്ട് തന്നെ അത് ആളുകളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതിന് മസ്റ്റാണ്. അടുത്തത് തോമസ് പറഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ് 3 മീനിങ് ഉണ്ടെന്നാണ്. ഒന്ന് വിഷൻ, വാട്ട് വി ഹോപ്പ് ഫോർ, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തത് ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ്, ഹൗ സൊസൈറ്റി ഹാസ് ചേഞ്ച്ഡ്, നമ്മുടെ സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് മാറ്റം വന്നത്. പിന്നെന്താണ്? മൂന്നാമത്തത് ആക്ഷൻ, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ്. കോഫി അന്നാൻ്റെ പ്രകാരം UN സെക്രട്ടറി ജനറൽ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വ്യൂ പ്രകാരം എ ജസ്റ്റ് വേൾഡ് ഈസ് നോട്ട് പോസിബിൾ ഇഫ് സം പീപ്പിൾ ലിവ് ഇൻ എ ഫിയർ ആൻഡ് പോവർട്ടി വൈൽ അതർ ആർ റിച്ച് ആൻഡ് ഫ്രീ. കുറച്ച് കൂട്ടർ പാവങ്ങളും പട്ടിണി പാവങ്ങളും വിശപ്പും കാര്യങ്ങളും സഹിക്കുന്നവരും ബാക്കി കൂട്ടരുകൾ മുതലാളിമാരുമായിട്ട് കാര്യമില്ല, എല്ലായിടത്തും ഈക്വൽ കൊണ്ടുവരണം. ദ റൈറ്റ് ഓഫ് ദി പുവർ ആർ ഇമ്പോർട്ടൻ്റ് ആസ് ദി റൈറ്റ് ഓഫ് ദി റിച്ച്. പുവറിൻ്റെ റൈറ്റ് ആയാലും റിച്ചിൻ്റെ റൈറ്റ് ആയാലും സെയിം ആണ്. എന്താണ്? പോൾ സ്ട്രീം ഓൺ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ഈവൺ ഇഫ് ദർ ഈസ് നോ മണി പ്രോഫിറ്റ് വി മസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ. പൈസ ലാഭമായി കിട്ടുന്നില്ലെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ന്യൂട്രീഷന് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ദീസ് ആർ ഹ്യൂമൻ ഗോൾസ് ആൻഡ് ലൈറ്റ് ടു ഫ്രീഡം. ഇതൊക്കെയാണ് ഓരോ സ്ത്രീയുടെയും ആഗ്രഹങ്ങൾ. അതെന്ത് ചെയ്യുന്നു? നമ്മളെ ഫ്രീഡത്തിലേക്ക് നയിക്കുന്നു. ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് യൂണിറ്റ് ആണ് നമ്മൾ പോകാൻ പോകുന്നത്. ആർ യു റെഡി? ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അസൈൻമെന്റുകളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഡയമെൻഷൻസ് നോക്കാം. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മണി, ഇൻകം, ജോബ്, പ്രൊഡക്ഷൻ, ഇതൊക്കെ. എന്നിട്ട് GDP ആൻഡ് GNP, കൺട്രിയുടെ GDP GNP കൂടുകയാണെങ്കിൽ അതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പൈസ മാത്രം പോരാ, ബെറ്റർ ലൈഫും ഉണ്ടാവണം കേട്ടോ. പൈസ കൂടുതലുണ്ട് കരുതേണ്ട എല്ലാവർക്കും നല്ല ലൈഫ് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് ഉറപ്പ് വരുത്തണം. സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് അബൌട്ട് ഇംപ്രൂവിങ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ സൊസൈറ്റി, എക്സ്പെഷ്യലി പുവർ ഓർ ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ്. ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഗ്രൂപ്പ്സിനും പാവങ്ങൾക്കും അവർ ജീവിക്കുന്ന സമൂഹത്തിൽ എന്ത് ചെയ്യണം? അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയണം. അതാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരുടെ ഹെൽത്ത് നന്നാക്കാൻ കഴിയണം, എഡ്യൂക്കേഷൻ കിട്ടണം, പോവർട്ടി ഇല്ലാണ്ടാവണം, സ്ത്രീകൾ എംപവർ ആവണം, മാർജിനലൈസ്ഡ് പീപ്പിളും എംപവർ ആവണം. ഇപ്പോൾ ബിൽഡിങ് എ ഫ്രീ സ്കൂൾ ഓർ ഹെൽത്ത് കെയർ സെൻറ്റർ ഇൻ എ വില്ലേജ് ഇസ് എ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഫ്രീ ആയിട്ടുള്ളൊരു സ്കൂളും ഹെൽത്ത് സെൻറ്ററും ഉണ്ടെങ്കിൽ അതൊരു സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് അബൌട്ട് ഗിവിങ് പീപ്പിൾ ദ ഫ്രീഡം ആൻഡ് എബിലിറ്റി ടു ലൈവ് എ ഗുഡ് ലൈഫ്. നല്ല ജീവിതം ജീവിക്കാനുള്ളൊരിതും അതുപോലെ തന്നെ ആളുകൾക്ക് ഫ്രീഡവും കിട്ടുന്നതിനെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്.
UNDP പ്രകാരം 3 ഇമ്പോർട്ടൻറ്റ് നീഡ്സ് ഏതൊക്കെയാണ്? ഒന്ന്, എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, ഒരുപാട് കാലം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്. 2, നോളേജ് കിട്ടുക, അതായത് എഡ്യൂക്കേഷൻ കിട്ടുക. 3, ഇൻകം കിട്ടുക, റിസോഴ്സസ് കിട്ടുക, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ലൈഫിന്. ഇപ്പോൾ ഒരു പേഴ്സൺ ഹു ക്യാൻ ഗോ ടു സ്കൂൾ, ഗെറ്റ് മെഡിക്കൽ കെയർ, ഏൺ ഇനഫ് ടു ലിവ് ഡീസെൻ്റ്ലി ഈസ് എക്സ്പീരിയൻസിങ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഒരു ആൾ നല്ല സ്കൂൾക്ക് പോകാൻ കഴിയുന്നുണ്ട്, ആൾക്ക് നല്ല മെഡിക്കൽ കെയർ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡീസൻസി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹാവിങ് ദ എബിലിറ്റി ബട്ട് ഓൾസോ യൂസിങ് ഇറ്റ് ഫോർ ബെറ്റർ ലൈഫ്. എബിലിറ്റി എന്ന് മാത്രമല്ല, അത് നല്ല ജീവിത രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഭാവിയിലേക്കും കൂടെ അത് യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ ഭാവിയിലേക്കും കൂടി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾക്കുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ പ്രകൃതി നല്ല രീതിയിൽ സംരക്ഷിക്കണം, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, ലോങ് ടേം പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് കട്ടിങ് ഓൾ ട്രീസ് ഫോർ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മരങ്ങളും വെട്ടുന്നതിന് മുമ്പ് പുതിയ മരങ്ങൾ വെട്ടുന്നതിനനുസരിച്ച് പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ എന്താവും? എക്കോ ഫ്രണ്ട്ലി മെത്തേഡായി മാറും. ഇത് ആളുകൾക്കും വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷനും ഉപകാരപ്പെടും. അടുത്തത്, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രെറ്റ്ലാൻഡ് ഇൻ 1987. 1987 ബ്രെറ്റ്ലാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെറിട്ടറിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദിസ് റെഫേഴ്സ് ടു ഡെവലപ്മെൻറ്റ് ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. അർബണിലും റൂറൽ ഏരിയാസിലുള്ള ഡെവലപ്മെൻറ്റാണ്. അത് സിറ്റീസിനെയും വില്ലേജസിനെയും ട്രാൻസ്പോർട്ടേഷൻ വഴിയും കമ്മ്യൂണിക്കേഷൻ വഴിയും ലോക്കൽ ബിസിനസ് വഴിയൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനാണ് ടെറിട്ടറിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു വില്ലേജിൽ നല്ല റോഡ്, നല്ല ഇൻ്റർനെറ്റ്, മാർക്കറ്റ്, ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ടൗണായിട്ട് കണക്ട് ചെയ്ത് ഇതെന്ത് ചെയ്യും? എൻ്റെ ഗ്രോത്തിന് നമ്മളെ സഹായിക്കും. അടുത്തത് ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് ആണ്. ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂസീവ് ആണെല്ലാം, അതായത് പുവർ, വുമൺ, റൂറൽ പീപ്പിൾ, ഫ്യൂച്ചർ ജനറേഷൻ, ഇതെല്ലാം ഇൻക്ലൂസീവ്. ഇൻട്രൊഡ്യൂസ്ഡ് ബിക്കോസ് എക്കണോമിക് ഗ്രോത്ത് അലോൺ വാസ് നോട്ട് ഹെൽപ്പിംഗ് എവരി വൺ ഈക്വലി. ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എല്ലാവരെയും ഈക്വലി ആയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പം ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണ്? സോഷ്യൽ ഇക്വാലിറ്റി, ഇക്കോളജിക്കൽ സേഫ്റ്റി, എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, നല്ല റിസോഴ്സിൻ്റെ ഫെയർ. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്കീം കൊണ്ടുവരികയാണ്, നല്ല ഫ്രീ റേഷന്, ജോബ് ട്രെയിനിങ് ഫോർ സ്ത്രീകൾക്ക്, സ്കോളർഷിപ്പ് ഫോർ റൂറൽ സ്റ്റുഡൻറ്റ്. ഇതൊക്കെ എന്ത് ചെയ്യും? മോർ പീപ്പിൾ ഡെവലപ്മെൻറ്റിൽ ഇൻക്ലൂഡ് ആവാൻ, വേറെയും ഒരുപാട് ജനങ്ങളെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാക്കാൻ ഇതാക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. നോട്ട് നോക്കുക, നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.